നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് സാഹിത്യ സംബന്ധമായ വാർത്തകളാണ്. പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂരിൻ്റെ എഴുത്തുകാരിയായ ദീപ സുധീറിൻ്റെ ആകാശം കടലിനോട് പറഞ്ഞത് എന്ന കഥാസമാഹാരം ചർച്ച ചെയ്തു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ PS വിനായകനാണ് ചർച്ച ഉദ്ഘാടനം ചെയ്തത്. ശ്രദ്ധേയ എഴുത്തുകാരിയായ ശൈലജ മുനീറിൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ഒറ്റശിലയിൽ വിശ്വത്തെ മൂടുന്നവർ എന്ന കഥാസമാഹാരം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. വായന വാരാചരണത്തോടനുബന്ധിച്ച് ഇന്നൊരു പുസ്തക വായനയെ സംബന്ധിച്ചും ഒരു പുസ്തക പ്രകാശനത്തിനെ സംബന്ധിച്ചുമുള്ള വാർത്തകളാണ് ഉള്ളത്. അരൂർ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂരിൻ്റെ എഴുത്തുകാരിയായ ദീപ സുധീറിൻ്റെ ആകാശം കടലിനോട് പറഞ്ഞത് എന്ന കഥാസമാഹാരം ചർച്ചയ്ക്കെടുത്തു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും അധ്യാപകനും എഴുത്തുകാരനുമായ PS വിനായകൻ ചർച്ച ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരായ KV അജയൻ, സോജി, മിനി, ദീപ സുരേന്ദ്രൻ, AP രാജപ്പൻ, അജയ് ഘോഷ്, വിനോദ്, N രമേശൻ, PT രമേശ്, സജി അരൂർ എന്നിവർ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു. ദീപ സുധീർ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുസ്തക പ്രകാശന വാർത്തയാണ്. എഴുത്തുകാരിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ശൈലജ മുനീറിൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ഒറ്റശീലയിൽ വിശ്വത്തെ മൂടുന്നവർ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടു. ദേശീയ മലയാള വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന ചടങ്ങിൽ മന്ത്രിമാരായ P പ്രസാദ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായ പന്ന്യൻ രവീന്ദ്രൻ, ദേശീയ മലയാള വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൗഫൽ, രക്ഷാധികാരി നേമം ഷാഹുൽ ഹമീദ്, എഴുത്തുകാരൻ കല്ലയം മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.